ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ക്രിസ്റ്റി. ഇന്നത്തെ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് എൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, കാരണം ഞാൻ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇൻട്രോ എടുക്കുന്നത്. കാരണം ഒരു ഇൻട്രോ എടുക്കാൻ ഒന്നിനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ വണ്ടി പണി തന്നേക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച എൻ്റെ വണ്ടി ഇതുപോലെ ഒരു പണി തന്നായിരുന്നു. ചെറുതായിട്ടൊന്ന് ബ്രേക്കിലെല്ലാം എന്തോ ബാറ്ററി ഡൗൺ ആയതാണ്. അപ്പോൾ അത് എനിക്ക് വണ്ടിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എനിക്ക് വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് പോകാനൊക്കെ അറിയാം, അല്ലാതെ വണ്ടിയുടെ ആധികാരികമായുള്ള കാര്യങ്ങൾ പറയാനോ ചെയ്യാനൊന്നും എനിക്കറിയില്ലല്ലോ. അതിലായിരുന്നു നല്ല അറിയില്ല, ഇപ്പോഴും അറിയില്ല, വലുതായിട്ടൊന്നും അറിയില്ല. പക്ഷേ എന്താ വണ്ടിയുടെ സർവീസും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്താൽ വണ്ടി ബാറ്ററിയുടെ കാര്യം എനിക്ക് ബാറ്ററി മാറ്റണം എന്നുള്ള കാര്യം അത്ര ഇതായിട്ട് എനിക്കറിയത്തില്ല. ഇത് അത്ര വലിയ നിഷ്കളങ്ക കളിക്കുമെന്നല്ല ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. എനിക്ക് കിക്കറടിക്കാനും അറിയില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ എന്ത് ചെയ്തു, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ സെൽഫ് എടുത്ത് നോക്കി, ഇങ്ങനെ ആയിട്ടും സ്റ്റാർട്ടാവില്ല. 5-6 തവണ എടുത്ത് നോക്കി സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൂടെയുള്ള ചേട്ടനെ വിളിച്ച് ഞാൻ അങ്ങനെ ഡ്യൂട്ടിക്ക് പോയത്. 2 ദിവസം നിന്ന് പിറ്റേന്ന് ഞാൻ വണ്ടി എന്ത് ചെയ്തു, വർക്ക്ഷോപ്പിൽ കൊടുത്തു. വർക്ക്ഷോപ്പിൽ നിന്ന് അവർ പറഞ്ഞു ബാറ്ററി പോകാതെ നമുക്ക് ചാർജ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ബാറ്ററി ചാർജ് ചെയ്തപ്പോൾ വണ്ടി ഓടിയപ്പോൾ എനിക്ക് സമാധാനമായി, വണ്ടി ശരിയായതിന് സന്തോഷിച്ചു. പക്ഷേ എന്തുണ്ടായി, അത് ഒരാഴ്ച നിന്നുള്ളൂ. അടുത്ത വീക്കായപ്പോഴേക്കും, അതായത് ഓഫ് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായപ്പോഴേക്കും പിന്നെയും വണ്ടി സ്റ്റാർട്ട് തലേന്ന് ഞാൻ നൈറ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു സമാധാനത്തിൽ ഞാൻ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി പണി തന്നുള്ളത്. അന്ന് രാവിലെ, അതായത് ഇന്നലെ ആയിരുന്നു അങ്ങനെ മനസ്സിലായതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കാണിച്ച് ബാറ്ററിയുടെ കടയിൽ, ഇവിടെ അടുത്ത് അത്താണിയൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു ബാറ്ററിയുടെ കട ഉണ്ട്. അവിടെ കൊണ്ടുപോയപ്പോൾ ഒരു ബാറ്ററി ചാർജൊക്കെ ബാറ്ററിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്ത് സമാധാനം. വണ്ടിയൊക്കെ നന്നായി, പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി ഇറങ്ങിയപ്പോൾ നല്ലൊരു സന്തോഷം, നല്ലൊരു സമാധാനം. അതുവരെ മനസ്സിലല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. മനസ്സിൻ്റെ ഭാരം നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. എന്തോ ഒരു കരിങ്കല്ലൊക്കെ എടുത്ത് വെച്ചൊരു ഫീലായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. എപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ ഈ ഒരു ആലോചന ഉണ്ടായി, എൻ്റെ വണ്ടിക്ക് എന്ത് പറ്റി, ഇനി വണ്ടി എന്താ അവസ്ഥ, ഞാൻ കാരണമല്ലേ വണ്ടിക്ക് ഇങ്ങനെ ആയെന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ടായതിന് ശേഷം ഇവർ കംപ്ലീറ്റ് ബാറ്ററിയൊക്കെ മാറ്റി തന്ന് വണ്ടി നന്നാക്കി തന്നതിന് ശേഷം അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ മനസ്സിലുണ്ടായ റിലീഫ് എന്താണെന്ന് എത്രമാത്രം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. വീഡിയോ കണ്ടല്ലോ, വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. അത് എൻ്റെ വണ്ടിക്ക് ഇപ്പം എന്ന് പറയുന്നത് വളരെ കുട്ടപ്പനായ എനിക്ക് നല്ലൊരു വണ്ടിയല്ലേ. കണ്ടില്ലേ നിങ്ങൾ എൻ്റെ ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ. വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത്, വണ്ടിയുടെ പണിയും കഴിഞ്ഞ് അതേപോലെ വണ്ടി ക്ലീൻ ചെയ്ത് നല്ല വാഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിരിക്കുന്നുണ്ട്. എനിക്ക് വണ്ടി എടുത്ത് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ വൃത്തിയായിരിക്കുന്നത് കാണുമ്പം ആ പുറത്തോട്ട് എടുക്കാനൊരു മടി, കാരണം പൊടിയൊക്കെ അതില്ല, ചെറിയൊരു വിഷമം. പക്ഷേ പോകാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും നടക്കണ്ടേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. അതായിരിക്കും. ബൈ ബൈ.